Welcome to the future of decentralized innovation. Welcome to Apex Token. Apex Token, or APX, is more than just a cryptocurrency. It's the backbone of a revolutionary ecosystem where AI, blockchain, and decentralized finance unite to empower communities and reshape the digital economy. Here's what sets Apex Token apart. Multi-network compatibility, seamlessly integrated with Ethereum, Tron for greater flexibility. Smart contract automation, ensuring secure, cost-efficient, and transparent transactions. AI-driven predictive models, revolutionizing industries like finance, healthcare, and retail. Staking and rewards, offering opportunities for passive income within a sustainable ecosystem. Apex Token has already made waves in the cryptocurrency world, securing listings on leading exchanges like Bitmart, Lbank, Asbit, Coinsbit, and XT.com. Apex Token is coming soon to the world's leading cryptocurrency exchanges, available on Binance, KuCoin, Poloniex, MEXC Global, Bybit, HTX. And that's not all. Apex Token will be listed on CoinMarketCap for market tracking, Trust Wallet for secure storage, and BSC Scan for blockchain transparency. Apex Token has launched its own exchange where users can trade securely and efficiently. As part of the ecosystem, Apex Token is also the primary currency for trading fees, providing cost-saving benefits to users. Join us in creating a future where technology empowers everyone. Apex Token, fueling the future of decentralized innovation. എൻ്റെ പേര് നുസ്രത്ത് ഫ്രം ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. ഒറ്റപ്പാലത്താണ് എൻ്റെ വീട്. ഞാൻ എപെക്സ് എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ. വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായി ഇത്രയും ഒരു തിരക്കുകൾ വിട്ട് ഉണ്ടായിട്ടും ഒരു പക്ഷെ തന്നെ നമ്മളുടെ മറ്റേ കമ്പനിയുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ അയൽവാസികളാകാം, നിങ്ങളുടെ കുടുംബക്കാരായിരിക്കാം, നല്ലൊരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി കേൾക്കണമെന്ന് ഓക്കെ അല്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെയാണ്. മറ്റുള്ള ആളുകളൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ അല്ലേ? ആദ്യമായി ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ ആയിക്കോട്ടെ, ഒരു പക്ഷെ നിങ്ങളുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അയൽവാസികളാകാം, എല്ലാവരും ഈ ഒരു സമയം കണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ഇന്ന് ആദ്യമായി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എപെക്സ് ടോക്കൺ എന്ന കമ്പനിക്ക് വേണ്ടി രാവും പകലുമായി ഹാർഡ് വർക്ക് ചെയ്ത് നിരവധി അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള അവരെയും ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിമനോഹരമായി കേരളത്തിന് പുറത്തുമായി ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ടോപ്പ് 10 എന്ന ടീമിന്റെ ഒരു തലവനായിട്ടുള്ള നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി ഹാർദവമായി നമ്മളെ രഘു സാറിനെ, അതായത് നമ്മുടെ കമ്പനിയുടെ ടോപ്പ് 10ന്റെ ഒരു പുലിയായിരിക്കുന്ന രഘു സാറിനെ ഹാർദവമായി നമ്മളെ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. നമസ്കാരം. വോയിസ് ക്ലിയർ അല്ലേ? എന്തൊക്കെയാ പറഞ്ഞിട്ട് എന്നെ വിളിച്ചില്ലേ? പുലി സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പാടാട്ടാ. ജീവിക്കാനുള്ള വേണ്ടിയുള്ള നെട്ടോട്ടാണ്. അപ്പൊ പുലിയും സിംഹമൊക്കെ ആയിട്ട് തോന്നും. നമ്മൾ ഓരോരുത്തർക്കും പുലിയായി മാറണ്ടേ? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഈ അപെക്സ് ടോക്കൺ എന്നുള്ള ഈ കൺസെപ്റ്റ് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 33 പേരുണ്ട്, ഹൃദ്യമായ സ്വാഗതം. ഗുഡ് ഈവനിങ്. പേര് സൂചിപ്പിച്ചു, രഘു എന്നാണ്. എടപ്പാളിനടുത്തുള്ള ആനക്കര എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് വീട്. അപെക്സ് ടോക്കൺ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഏറ്റെടുത്തിട്ടെങ്കിലും അതിശക്തമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ എന്ത് കിട്ടിയാലും അതിശക്തമായിട്ട് ഏറ്റെടുക്കാറുണ്ട്. നമ്മൾ എന്ത് കാര്യം കിട്ടുമ്പോഴും ഒരു പരീക്ഷണത്തിനായിട്ട് നിൽക്കരുത്. ഡു ഓർ ഡൈ കേട്ടിട്ടില്ലേ? ഒന്നില്ലെങ്കിൽ പ്രയത്നിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ഏറ്റെടുക്കുമ്പോ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചിട്ട് ആരും ചെയ്യരുത്, ദയവായിട്ട്. പ്രത്യേകിച്ച് അപെക്സ് ടോക്കണൊക്കെ, പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഒരു പറ്റം ലീഡേഴ്സ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്കൊക്കെ എന്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോ
പുലിക്കുട്ടി എന്നൊക്കെ പറയും. കാരണം നമ്മൾ എന്താ കാര്യം വെച്ചാൽ നമ്മളെ ജീവിത പ്രാരാബ്ധങ്ങളും ഒരു ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പ്രയാസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇതൊന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 50ന്റെ വക്കിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ നമ്മളെ ജീവിത രീതി അല്ല ഇന്നത്തെ ജീവിത രീതി. അപ്പൊ ഓരോ കാലഘട്ടത്തിനും നമ്മളേതായ കയ്യിൽ ഓരോ ബിസിനസ് നമ്മളെ കയ്യിൽ വരും. അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും മനോഭാവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് മേഖലയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ചിലരെ പറയണ്ടല്ലോ ഒരു വര ശരിയാവണമെന്ന്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കമ്പനി നന്നാവുമ്പോൾ എന്താവും? അതെ, ചിലപ്പോൾ കമ്പനി നന്നായിരിക്കും, പക്ഷെ അവിടെ നിയമങ്ങൾക്ക് കുരുക്കിലാവും. ചിലപ്പോ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും, അവിടെ കമ്പനി എന്തെങ്കിലും പ്രശ്നം. മൊത്തത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മൾ UK ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആധികാരികമായി സംസാരിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നത്? പല മേഖലയിലൂടെയും സഞ്ചരിക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ. പല രീതിയിൽ നമ്മൾ പല ഓപ്പർച്യൂണിറ്റിയും കൈ കിട്ടിയിട്ടുണ്ട്. ജോലി ആയിരിക്കാം. ഇന്ന് ഓരോ വ്യക്തികളെയും എടുത്ത് പരിശോധിച്ച് നോക്കുക. ഒരു സാധാരണ ഒരു വ്യക്തിയുടെ കാര്യം എടുത്ത് നോക്കുക. 1000 രൂപ കൂലിയുള്ള ഒരു ജോലി എന്നും സുഹൃത്തുക്കളെ നമുക്ക് ജോലി ഉണ്ടോ? പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലായിരിക്കുമ്പോൾ അച്ഛനമ്മ പറയും നീ പഠിച്ച് വലിയൊരു ഗവൺമെന്റ് ജോലി മേടിക്കണമെന്ന്. ഗവൺമെന്റ് ജോലി മേടിച്ചുള്ള ആളുകളെ ഞാൻ മോശമായിട്ട് പറയല്ല കേട്ടോ. ഗവൺമെന്റ് ജോലി ആയിരിക്കുന്ന ഓരോ വ്യക്തികൾ, എന്റെ വീട്ടിൽ 2 ഗവൺമെന്റ് ജോലിക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാസം മാസം ശമ്പളം കിട്ടുന്നുണ്ടാവും, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടാവും. ഇന്ന് റോഡിലൂടെ ബെൻസും BM ഒക്കെ പോകുന്നത് ഒരു ഗവൺമെന്റ് ജോലിക്കാരന്റെ ആണോ? സത്യത്തിലാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം ഒരു ബിസിനസ്മാന്റെ ആയിരിക്കും അത്. ഇവിടെ നമ്മളതിനൊക്കെ എന്താ വെച്ചിട്ട് പഴയ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടിയിരിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ട് ഓരോ ബിസിനസ്സുകാരനും ഇന്ന് ലോകത്തിൽ വിജയിച്ചിട്ട് ഏറ്റവും ഉന്നതിയിൽ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളും ബിസിനസ്സുകാരായിരിക്കും. അത് കഷ്ടപ്പാടിന്റെ ഒരുപാട് മണർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, നമ്മളെ പോലെ ഇപ്പൊ എനിക്കിപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ പോലെ കഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസം ദൈവം എന്നൊരു വ്യക്തി നമ്മളെ കണ്ണ് തുറപ്പിച്ച് തരുന്നേ. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് വീഴ്ചകൾ വീണിട്ടുണ്ടാവും. നമ്മളെ കുട്ടികളെ എത്ര തവണ വീണിട്ടാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പഠിക്കുന്നത്. ഒരുപാട് പരാജയപ്പെട്ട ആളുകളായിരിക്കും വിജയിച്ചത്. നമ്മൾ വിജയിച്ച ആളുകളെ കാണുമ്പോൾ അയാളെ ഭാഗ്യവാൻ എന്നൊക്കെ പറയും. പക്ഷെ അയാളുടെ പേരിൽ ഒരുപാട് കണ്ണീരുണ്ടായിരിക്കും അയാളുടെ വിജയത്തില്. അപ്പൊ നമുക്കറിയാം, നമ്മളെ ഒരു ഉദാഹരണം പറയാം. പണി സിനിമ, ജോജു ജോർജ്, അദ്ദേഹമൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വളരെ ചെറിയ റോഡിലൂടെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഒരു കഷ്ടപ്പാടിന് എന്തായാലും ഒരു വിജയം ഉണ്ടായിരിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളൊരു കഷ്ടപ്പാടിനെ ഒന്നും കുറിച്ചിട്ട് നിങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എന്തായാലും വീണെടുത്ത് കരഞ്ഞിട്ട് ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ വീട്ടിലൊരു പ്രശ്നം വന്നു, നമ്മൾ നല്ല രീതിയിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം വന്നു. ആരാ സുഹൃത്തുക്കളെ നമ്മളെ സഹായിക്കാനുണ്ടാവുക? ബന്ധുക്കളുണ്ടാവോ? സുഹൃത്തുക്കളുണ്ടാവോ? അയൽവാസികളുണ്ടാവോ? കുറ്റം പറയാനുണ്ടാവും. ഓൻ അത് വേണമെന്നേ പറയുള്ളൂ. ഓന്റെ ഒക്കെ കാട്ടിക്കൂട്ടൽ. നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു കാറൊക്കെ എടുത്തിട്ടുണ്ടാവും. എന്തായിരുന്നു ഓന്റെ കാട്ടിക്കൂട്ടല്? ഇൻസൈഡ് ഒക്കെ ചെയ്തൊക്കെ പോണ കണ്ടാലേ പല കോലോത്ത നിലയിരുന്നു ഓന്റെ. സ്വാഭാവികം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കും, നമ്മളെ നാട്ടുകാർ പറയുന്ന. പക്ഷെ നമ്മളുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. നമുക്ക് എന്ത് വേണം? നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആ രീതിയിലുള്ള ഒരു ബിസിനസ്. മാർക്കറ്റിംഗ് മേഖലയാകുമ്പോൾ നല്ല ഡ്രസ് കോഡ് വേണ്ടി വരും, നല്ല രീതിയിൽ ഷൂ ധരിക്കേണ്ടി വരും. എല്ലാ രീതിയിലും നമ്മൾ ബിസിനസ്സിന് നല്ല രീതിയിൽ പേഴ്സണാലിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോണ്ടി വരും. അപ്പൊ ആളുകൾക്ക് അത് ഒരു പരിഹാസ കഥാപാത്രമൊക്കെ ആയിട്ട് മാറുന്നുണ്ടാവും. ഇവിടെ നോക്കുക, നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഞാനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് പാലത്തിന്റെ സൈഡിലൊക്കെ ഈ കല്ല് വെച്ച് ഒരു കളിയുണ്ട്. ആ കളിയൊക്കെ കളിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. തിരിച്ചു വരുമ്പോഴും ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ. ഓരോ ദിവസം ഞാൻ തിരിച്ചു വരുമ്പോൾ 4000 5000 ഓരോ ദിവസത്തെ വരുമാനം ആയിട്ടാ വരുന്നുണ്ടാവുക. ഇവിടെ ഭാര്യനെ പണിക്ക് വിട്ടിട്ട് വീട്ടിലിരുന്നിട്ട് ഉള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് ചെലവാക്കുന്ന ആളുകളാണ് മിക്ക നാട്ടും പ്രദേശത്തുള്ളത്. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അവരൊക്കെ നമ്മളെ കളിയാക്കുക. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു തിരിച്ചറിവ് വേണ്ടേ? നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പല മേഖലയിലും പ്രവർത്തിച്ച് പല രീതിയിലും നമ്മൾ ഓടി നടന്നിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന ഒരു പാട്. ഒരു അസുഖം വന്നാൽ പോലും ഒരു 10 രൂപ നമ്മളെ കയ്യിലുണ്ടാവില്ല. ഒന്നാമത് നമുക്ക് എന്താ പറയാ, മണി മാനേജ്മെന്റ് ഒരു സംഭവം നമ്മൾ ആരും പഠിച്ചിട്ടില്ല. നമ്മൾ എന്നും ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ, എന്റെ വീട്ടിൽ ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ഉയർത്തി പറയല്ല. അവരൊക്കെ എന്താ വെച്ചിട്ട് അവരെന്താ വെച്ചാൽ അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്തു കാര്യത്തിനും.
നമുക്ക് അങ്ങനെയല്ല. നമ്മൾ കിട്ടുമ്പോൾ നമ്മളിത് നാളെ നിലനിൽക്കും. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഉറുമ്പ് കൂട്ടി വെക്കുന്നത് പോലെ കിട്ടുന്നതിൽ കുറച്ചൊക്കെ നമ്മൾ ടീമും നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നമ്മളെ കൂടെ വരുന്ന ആളുകൾക്കൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ചെലവുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് വേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മളൊരു സേവിങ് മെന്റാലിറ്റി ആദ്യം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇനി മുതൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇനിയും പരാജയപ്പെട്ടു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ജീവിത രീതിയിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ട് നടക്കുമ്പോ എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയുമ്പോ, ഇല്ലെങ്കിൽ മറ്റുള്ള BMW പോകുമ്പോ കണ്ടിട്ട് നമ്മൾ പറയുമോ അവന്റെ ഒക്കെ ഒരു ഭാഗ്യം. എന്ത് ഭാഗ്യ സുഹൃത്തുക്കൾ. അവന്റെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ, അവനും അവന്റേതായ വളർച്ചയ്ക്ക് ഒരുപാട് കണ്ണീരുണ്ടാവും. അവൻ ഇപ്പൊ BMW ഞെളിഞ്ഞിരുന്ന് പോകുന്നുണ്ടോ? നമുക്കൊക്കെ പോവാ സുഹൃത്തുക്കളെ. കാരണം നമുക്ക് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് കുടുംബ സ്വത്തുക്കളോ പരമ്പരമായ സ്വത്തുക്കളോ ഗൾഫിൽ പോയിട്ടുണ്ടാക്കിയ ഒരു ഏണിങ്സ് ഒന്നും നമ്മളെ കയ്യിലില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിശക്തിയും പ്രവർത്തിക്കാനും ഞാൻ ഏറ്റെടുക്കുമെന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഏത് അറ്റം വരെ പോവാം. നമുക്ക് എത്ര പേര് അങ്ങനെ തെളിയിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? സൈക്കിളില് ഒരു സ്റ്റെബിലൈസർ വെച്ച് കെട്ടിപ്പോയി വീടാന്തരം കയറി സ്റ്റെബിലൈസർ കച്ചവടം ചെയ്ത ഒരാളുണ്ട്, വീഗാർഡിന്റെ ഓണർ. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹം ഇന്നത്തെ പൊസിഷൻ, നമ്മളെ യൂസഫ് അലി സാറ്, ഓരോ വ്യക്തികളും അവരെ ഉയർച്ചയില് ഓരോ പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നു അത്രത്തോളം നമ്മൾ ഉയർച്ചയിൽ എത്തുന്നുള്ള യാതൊരുവിധ തർക്കമില്ല. അതിന് നമ്മൾ എന്ത് വേണം? കോൺഫിഡന്റ് വേണം. നമ്മളെ മനോഭാവം, നമ്മളെ കയ്യനെ നമുക്ക് തലയ്ക്ക് വെക്കേണ്ടുള്ളൂ. ഒരു വ്യക്തി ഉണ്ടാവില്ല. നമ്മൾ പറയും ഭാര്യ, സുഹൃത്തുക്കളും, അമ്മയും കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവുന്നു. ഒരു പ്രതിസന്ധി വന്ന് നോക്കണം സാമ്പത്തികമായിട്ട്. നീ വരുത്തി വെച്ച കടമല്ല, നീ എന്നെ വീട്ടേണ്ടി വരും എന്നുള്ളത് പറയേണ്ടി വരും. പറയും അവരെ വാഗുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ ഇപ്പോ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നമ്മളെ ജീവിത രീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ബുദ്ധിപരമായി നീങ്ങാൻ പറ്റുന്ന ഓരോ അവസരങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ കയ്യിൽ തരും. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് ആരാ? സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലഘട്ടം ഞാൻ പറഞ്ഞ AI ടെക്നോളജി, മെറ്റാഫോഴ്സ്, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാരെ എവിടെ അറിയോ നിങ്ങൾക്ക്? ഏത് രാജ്യത്താണെന്ന് അറിയോ നിങ്ങൾക്ക് കമന്റ് അയക്കാം. നമ്മളെ ഈ ഇന്ത്യയിലാണ്. ലോക രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയായിരുന്നു. അതിനെ ഓവർടേക്ക് ചെയ്തിപ്പോ ഇന്ത്യയിൽ മാറി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയോ? നമ്മൾ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ മാറ്റി നിർത്തും. ആര്? ഇവിടെ ഇപ്പൊ 3 കാറ്റഗറിയാണ് നിലവിലുള്ളത്. ഒന്ന് എന്താ? ഹൈ കാറ്റഗറിയിലുള്ളവർ, ഒന്ന് മിഡിൽ കാറ്റഗറി, ഒന്ന് ലോ കാറ്റഗറി. ഇനി സുഹൃത്തുക്കളെ 2 തട്ടായി മാറും. ഒന്ന് ഹൈ ലെവലും ഒന്ന് മിഡിൽ ക്ലാസ്സും. ലോ ലെവൽ ഉണ്ടാവില്ല. ഇതിൽ ഏത് വേണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആരും ഉപദേശിക്കാനല്ല. നമ്മൾക്ക് കിട്ടിയ അവസരങ്ങൾ എന്ത് തന്നെയായാലും അതൊരു പരീക്ഷണത്തിന് മുതിരാതെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ 100% വിജയിക്കും. അതിന് എന്ത് വേണം? കോൺഫിഡൻസ് വേണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ പരാജയപ്പെടുത്താനോ ഒന്നും ശ്രമിക്കേണ്ട. നമുക്ക് ഓരോരുത്തർക്കും ഓരോതായ കഴിവുണ്ട്. എനിക്ക് അവനെ പോലെ ആവണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട. എനിക്ക് അയാളെ പോലെ ആവണം. എന്തിനാ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവ് ദൈവമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് തെളിയിച്ചിട്ട് നമ്മളാണ് മുന്നേറേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പൊ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് 17 മാസമായിട്ടുണ്ടെങ്കിലും ഒരു ലീഡേഴ്സും ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവും. 100% ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ബിസിനസ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അപ്പെക്സ് ടോക്കൺ എന്നാണ് ഈ ബിസിനസിന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ID വെച്ചിട്ടുണ്ടാവാം. ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. UK ബേസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മളെ കമ്പനിയുടെ MD പേര് അഭിജിത്ത് മാണി എന്നാണ്. അദ്ദേഹം നമ്മളെ നാട്ടുകാരനാണ്, കേരളീയനാണ്. കൊല്ലം ജില്ലയിൽ ആണ് കോട്ടയം ജില്ലയിലാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചും നമുക്ക് ഏറെക്കുറെ ഇനി നിങ്ങൾക്ക് മീറ്റിംഗും കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ശക്തമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അരുൺ സാറാണ്. നമുക്ക് ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടിങ്ങിന് അരുൺ സാർ കൂടെ ഉണ്ടാവും. അപ്പോ ഈ ഒരു ബിസിനസ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നു, അപ്പെക്സ് ടോക്കൺ എന്നാണ് നമ്മളെ പേര്.
കമ്പനിയുടെ പേര്. ഇവിടെ അപ്പെക്സ് ടോക്കൺ നമുക്ക് തരുന്നത് BNBയില് 3000 കോയിനും അതുപോലെ തന്നെ TRC20യില് 9000 കോടി കോയിനും അതുപോലെ തന്നെ ERCയില് 3000 കോടി കോയിനും, അങ്ങനെ 15000 കോടി കോയിനാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഇതിൽ 2 തരം പ്ലാനാണുള്ളത്. ഒന്ന് വർക്കിംഗ് പ്ലാൻ ഉണ്ട്, ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി നടത്തുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന്, അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പനി ഒരുപാട് ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ ട്രേഡിങ്ങും ഒരുപാട് മേഖലയിലൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ശൃംഖലയുള്ള ഒരു മേഖലയിലുള്ള ആളാണ് നമ്മളെ CEO. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഫോറക്സ് ട്രേഡിങ്ങിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ അവരെ സംബന്ധിച്ച് അവർക്ക് ഡെയിലി പ്രോഫിറ്റ് കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുന്നു? കമ്പനി നടത്തുന്ന ട്രേഡിങ്ങിന്റെ പ്രോഫിറ്റ് ഡെയിലി നമുക്ക് എത്ര കിട്ടുന്നു? ആവറേജ് 1% നമുക്ക് തരുന്നു. 1% ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കമ്പനി പിന്നെ ട്രേഡിങ്ങിലൂടെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തരുന്നത് എത്രയാണ്? ആവറേജ് 1%-ന് മീതിയായിട്ടാണ്. ആവറേജ് നമുക്കൊരു 1% കൂട്ടാം. അപ്പൊ ഇവിടെ ഏത് സാധാരണക്കാരനും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഏത് സാധാരണക്കാരൻ ഞാൻ പറയാലോ, നമ്മുടെ സാധാരണ ഒരു ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരാള് ചെറിയൊരു ഷട്ടർ റൂം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനും കൊടുക്കണം അഡ്വാൻസ്. അതിനൊരു ബോർഡൊക്കെ വെച്ച് വരുമ്പോഴും അവിടെയും പൈസക്ക് ചെലവുണ്ട്. ഇനി അത് പോട്ടെ, വേറെ ഒരു മുറുക്ക കച്ചവടം അല്ലെങ്കിൽ കടല കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിലോ, ഒരു വണ്ടിയൊക്കെ സംഘടിപ്പിക്കണമെങ്കിലും അവിടെയും എക്സ്പെൻസ് ഉണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം $50 ഈ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് $50 പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇന്ത്യൻ മണിയിൽ നടക്കുമ്പോൾ $1 90 രൂപയാണെങ്കിൽ $50 4500 രൂപ, 59 45 രൂപ, അതായത് 4500 രൂപയിൽ സുഹൃത്തുക്കളെ ഈ ബിസിനസ്സിലോട്ട് കയറി വരാം. ഈ ബിസിനസ്സിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആളെ വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യുക. ഇനി വർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി 1% തരുന്നുണ്ടെന്ന്. 4500 ആകുമ്പോൾ എത്ര ഉണ്ടാവും? $0.5 ഉണ്ടാവും. 1%-ന്റെ പകുതി ഉണ്ടാവും, $0.5. അതായത് 1500-ന്റെ 1% പറഞ്ഞാൽ $0.5 ഉണ്ടാവും, 45 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് നമ്മൾക്ക് ഈ ബിസിനസ്സിലോട്ട് കയറി വരാനുള്ളൊരു അവസരമാണ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്കിത് ടോപ്പപ്പ് ചെയ്ത് പോവാം. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വരാൻ വേണ്ടത് എത്രയാണ്? $50 കയറി വരാം. $50, $100, $250, 500, 5000, 10000 എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടി കൊണ്ടുപോകാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വ്യക്തി മിണ്ടാതിരുന്നാലും എത്ര ദിവസം നമുക്ക് വരുമാനം കിട്ടും? കാലകാലം കിട്ടുമോ? ഇല്ല. എത്ര ദിവസം കിട്ടും? 225 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഇതിന്റെ വരുമാനം കിട്ടും. അത് മതിയോ? അല്ല. എന്താ കാരണം? നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോ നമുക്ക് 10% ഇതിന്റെ അപ്പെക്സ് ടോക്കൺ നമുക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തരുന്നത് ഇപ്പോ 9 രൂപ വില വരിക്കുന്ന ഒരു കോയിനാണ്. നമുക്ക് എന്താ വെച്ചാൽ, നമുക്കിപ്പോ കിട്ടുന്നത് 9 രൂപ വില വരുന്ന ടോക്കൺ ആയിരിക്കും. നമ്മളത് രജിസ്റ്റർ ചെയ്ത്, അതായത് നമ്മളെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്നാണോ 2 മാസത്തിനുള്ളിൽ നമ്മൾ ലിസ്റ്റ് ഒക്കെ ചെയ്ത് വരുമ്പോ നമുക്ക് ഇന്ന് BEP20-ലുള്ള റേറ്റ്, അതായത് ഒരു 30 രൂപയിലൊക്കെ എത്തും. അതിന് മീതെ വരാം. ആ എത്തുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ചെയ്തത് വിചാരിച്ചാൽ 10000 രൂപയുടെ 10000 അപ്പെക്സ് ടോക്കൺ കിട്ടും. $1 സുഹൃത്തുക്കളെ അതിന്റെ വില വെച്ച കണക്കൂട്ടി നോക്കി എത്ര ഉണ്ടാവും? കമന്റ്സ് അയച്ചോളൂട്ടാ. നിങ്ങൾക്ക് കിട്ടുന്ന ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റിന് പുറമെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വ്യക്തമായിട്ട് പറയാം. അതൊരു 1 lakhലേക്ക് മാറ്റുകയാണ്. എനിക്ക് പറയാനൊരു സുഖം, കണക്കിന് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടിലും ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില് പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുത്താലേ പറ്റുള്ളൂ. എന്ത് കാര്യം നമ്മൾ പഠിച്ചാലേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ പഠിച്ചുണ്ടാക്കിയതാ. അപ്പൊ ഞാൻ ഇതൊരു 1 lakhലേക്ക് മാറുകയാണ്. 1 ലക്ഷം രൂപയ്ക്ക് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തു, ഒരാളോടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം
ഏകദേശം ഒരു 11,000 അപ്പെക്സ് ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. ഇതിന് പുറമെ ഇയാൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 11,000 അപ്പെക്സ് ടോക്കൺ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് സ്ട്രൈക്കിംഗ് റിവാർഡായിട്ട് എത്ര രൂപ കിട്ടുന്നു? ഞാൻ പറഞ്ഞു ഏവറേജ് 1% കിട്ടുന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 1000 രൂപ ഉണ്ടാവും. 1000 രൂപ ആഴ്ചയിൽ എത്ര ദിവസം കിട്ടും? ആഴ്ചയിൽ 5 ദിവസം കിട്ടും. ശനി ഞായറും ഇട്ടേക്ക്. ശനി ഞായറും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 5 ദിവസം ആകുമ്പോ ഇവിടെ 5000 രൂപയായി. 5000 ഇൻറ്റു 4 ആഴ്ചയാകുമ്പോ 20,000 രൂപ മന്ത്ലി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു 1 lakh ചെയ്തു, 20,000 രൂപ നമുക്ക് കിട്ടുന്നത്. ഇത്ര കൂടുതലൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നത് എന്താ? USDT-യിലാണ്. അപ്പൊ നമുക്ക് $1 നമുക്ക് വില കൽപ്പിക്കുന്നത് 90 രൂപയാണ്. ഇന്ത്യൻ മണി ഇതും കൺവേർട്ട് ചെയ്യുമ്പോൾ 90 രൂപ മാറ്റണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 20,000 രൂപയാണ്. ഇത് കാലാകാലം കിട്ടുമോ? യെസ്, അതിനുള്ള മറുപടി ഞാൻ തരാം. ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും ഉണ്ട്, വർക്കിംഗ് പ്ലാനും ഉണ്ട്. ഓക്കെ, ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പിന്നീട് തരാം. അപ്പോ ഇവിടെ 20,000 രൂപ നമുക്ക് കിട്ടും. 20,000 രൂപ മന്ത്ലി കിട്ടുമ്പോൾ നമുക്ക് കാലാകാലം ഇത് കിട്ടുമോ? ഞാൻ പറഞ്ഞു ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, സ്ട്രൈക്കിംഗ് പീരീഡ് ഉണ്ട്. 225 ദിവസം നമുക്കിതില് 225 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കിട്ടും. അതായത് 2,25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഏകദേശം ഒരു 11 മാസം കൊണ്ട്, അയാൾ 4-5 മാസം കൊണ്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും ബാക്കി ഒരു 5-6 മാസം കൊണ്ട് അയാളെ പ്രോഫിറ്റും കൂടിയിട്ട് കിട്ടും. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ 225 ദിവസം കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് നമ്മൾ അപ്പെക്സ് ടോക്കൺ ഇല്ലേ വിൽക്കാൻ തയ്യാറാണെങ്കിൽ സുഹൃത്തുക്കൾ, $1 ആണ് അന്ന് വില. കമ്പനി പറയുന്ന ഒരു $6, $5 ഒക്കെ ആവുന്ന ഒക്കെ വിട്ടേക്ക്. $1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 11,000 അപ്പെക്സ് ടോക്കൺ ഉണ്ടാവും. കണക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. 11,000 ഇൻറ്റു 90, അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് വേറെയും കിട്ടും. ഇത് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോ ഇതിന്റെ വില കൂട്ടുന്നത് കമ്പനിയാണോ? പല ആൾക്കാരും ചോദിക്കുന്നത് എങ്ങനെ കമ്പനി ഈ പൈസക്ക് തരാന്നുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളൊരു 5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് ഒരു പവൻ സ്വർണ്ണം എടുത്തു. ആ സ്വർണത്തിന്റെ വില ഇപ്പൊ നോക്കിയൊക്കെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. ആ കുതിച്ചു കയറുന്ന സ്വർണം സത്യത്തില് ജ്വല്ലറിക്കാരാണോ വില കൂട്ടിയത്? മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ. ഈ മാർക്കറ്റില് കൊടുക്കൽ വാങ്ങലാവുമ്പോ എന്ത് സാധനത്തിനും ഇതുണ്ടാവും? മൂല്യം ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 കോടി കോയിനാണ് ബിറ്റ് കോയിൻ എന്നുള്ള സംഭവം ഉള്ളത്. ഞാനൊക്കെ മെഡിക്കൽ ഷോപ്പുള്ള സമയത്ത് 9 രൂപയ്ക്ക് എൻ്റെ അടുത്ത് വന്ന സാധനമാണ്. ഇപ്പൊ ട്രംപ് അധികാരത്തിൽ എത്തിയ സമയത്ത് 1 കോടിയിൽ ടച്ച് ചെയ്തത്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അന്നൊരു 10 കോയിൻ വാങ്ങാൻ പ്രാപ്തിയുള്ള ആളുകളാണ് ഇന്ന് ഈ മീറ്റിംഗിൽ കേൾക്കുന്നവരൊക്കെ. അന്ന് 10 കോയിനോ 100 കോയിനോ വാങ്ങാൻ പ്രാപ്തിയുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. എന്തുകൊണ്ട് വാങ്ങിയില്ല അറിയോ? നമ്മളിതിനെ നോർമൈൻഡ് ആക്കി വിട്ടു. ഇതൊന്നും നടക്കണ കാര്യമില്ല എന്നുള്ള രീതിയിൽ മൈൻഡിലെടുത്തു. കാലം അത് തെളിയിച്ചു. പല ആളുകളും വാങ്ങിച്ചു. പല ആളുകളും ഇതൊരു തമാശ രൂപത്തിൽ വാങ്ങിയിട്ട് ഡയറിയിലും കലണ്ടറിന്റെ ബാക്കിലൊക്കെ ഐഡിയും പാസ്വേഡ് എഴുതി വെച്ചു. പിന്നീട് ഇതിന് വില കൂടുമ്പോ ഇതിന്റെ ഐഡിയും പാസ്വേഡും മറന്നുപോയി. അന്നത് ഒരു തമാശ രൂപത്തിൽ എടുത്ത ആളുകൾ മറന്നുപോയി. ഇന്ന് ആളുകൾ തമാശ രൂപത്തിലൂടെ അല്ല എടുക്കുന്നത്. ഇന്ന് ഓരോ വ്യക്തികളുടെയും ഓരോ ആളുകളും ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളുടെയും പല രീതിയിലുള്ള കോയിൻസ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വില കൂടുക കുറയുന്നുള്ളതല്ല, അവർക്ക് കാലഘട്ടത്തിന്റെ പോക്ക് മനസ്സിലായി. ഇന്ന് രാജ്യം ഭരിക്കുന്നപ്പോ ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മൾ ഇനി ക്രിപ്റ്റോയിലേക്ക് മാറാൻ പോവാണ്. പണ്ട് നാണയത്തിൽ നിന്നും, അതായത് പാട്ട സമ്പ്രദായത്തിൽ നിന്ന് പൈസയിലേക്ക് മാറി, പൈസയിൽ നിന്നും അതായത് 8 അണ 4 അണ എന്നൊക്കെ പറഞ്ഞ സാധനം രൂപയിലേക്ക് മാറിയിട്ട് വർഷങ്ങളോളായിട്ട് ഇപ്പൊ രൂപയിൽ തന്നെയാണ് നമ്മള്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ക്യാഷ് ഏതിലിട്ടിട്ട് നടക്കുന്നത്? അക്കൗണ്ടിലാവും. ഒരു ചായ കുടിച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യും, ഒരു കടല വാങ്ങിയ സ്കാൻ ചെയ്യും, ഒരു ഫുഡ് കഴിച്ച സ്കാൻ ചെയ്യും, ഡ്രസ്സ് വാങ്ങിയ സ്കാൻ ചെയ്യും. ബസ്സിലെ ടിക്കറ്റിന് വരെ സ്കാനർ ആയി കഴിഞ്ഞു. KSRTC നിർബന്ധമാക്കുന്നുണ്ട്. ഗണേഷ് കുമാർ ഇപ്പതാ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, KSRTC ഗൂഗിൾ പേ നിർബന്ധമാക്കണം. അപ്പൊ ഓരോ മേഖലയിലും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമ്പോ സുഹൃത്തുക്കളെ, നമ്മളാണ് മാറാത്തത്. പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ മാറാൻ തയ്യാറാവണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ത്? ഇങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വില കൂടുമെന്നുള്ളതൊക്കെ ചോദ്യത്തിനുള്ള മറുപടി ഏകദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അത് വാങ്ങി വിൽക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നു, കിട്ടുന്ന പ്രോഫിറ്റ് വന്നു വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് സാധാരണ നമ്മളൊരു മലയാളികൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് മൈൻഡുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മള്
എന്ത് ചെയ്യും? നമുക്കൊരു വരുമാനം കിട്ടുന്നതുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറായ ഒരു വരുമാനം കിട്ടുന്നതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മൾ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഹലോ കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കമ്പനി വലിയ രീതിയിൽ മാറ്റം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം സ്വാഭാവികമായിട്ട് ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു ജോയിൻ ചെയ്തു, ഒരു $50 അല്ലെങ്കിൽ $100 $1000 നമ്മൾ ജോയിൻ ചെയ്തു, ഡെയിലി ഒരു 1000 രൂപ കിട്ടുമ്പോൾ, അഷ്റഫുക ഞാനൊരു അപ്പെക്സ് ടോക്കൺ എന്നുള്ള പരിപാടി ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ എന്റെ ലീഡേഴ്സ് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയാം. എനിക്ക് ഡെയിലി പ്രോഫിറ്റ് വരുന്നുണ്ട്, എന്റെ അക്കൗണ്ടിലേക്ക് ലീഡേഴ്സ് മാറ്റി തരുന്നുണ്ട്. നിങ്ങളിത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന അതേപോലെ നിങ്ങൾക്കും സാധ്യത ഉണ്ട്. നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ ലീഡേഴ്സിനെ പറഞ്ഞുവിടാം. ഇതാണ് ഒരു വർക്ക് കിട്ടാ. ഇത്ര നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഒരു വർക്ക് സിമ്പിൾ ആണ്. നമുക്ക് വരുമാനം കിട്ടുന്നത് നമ്മൾ അയൽവാസിയോടോ സുഹൃത്തുക്കളോടോ പറയുന്നു, എടാ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സംഭവത്തിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഞാൻ അപ്പൊ കേട്ടപ്പോ എനിക്ക് നല്ലതാ തോന്നി, എനിക്ക് വരുമാനം വരുന്നുണ്ട്, ഇത്ര രൂപ വെച്ച് ഞാൻ വിഡ്രോ ചെയ്യുന്നുണ്ട്, എന്റെ ബാങ്കിലേക്ക് വരുന്നുണ്ട്, ക്രിപ്റ്റോ USDT ആയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പൊ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വൈഫിന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കണം, അവളെ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അത് ചെയ്തു കൊടുത്തോണ്ട് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കലില്ല. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കവിടെ 10% നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. എങ്ങനെയറിയോ? ഈ ഒരു 1 lakh ചെയ്ത വ്യക്തി എ എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി ഒരു 1 lakh ആണ് ചെയ്തതെന്നെങ്കിൽ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ വ്യക്തി എത്രയാണോ ചെയ്തതിന്റെ 10%. റഫറൽ കമ്മീഷൻ. ഫസ്റ്റ് റഫറൽ കമ്മീഷൻ എത്ര ശതമാനമാണ്? 10%. 10% എത്ര ഉണ്ടാവും 1 lakhന്റെ? സുഹൃത്തുക്കളെ 10,000 രൂപ. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് വരുമാനം കിട്ടുന്ന കാര്യം നമ്മൾ മറ്റുള്ള ഒരാളോട് പറഞ്ഞു. നിങ്ങളല്ല, നിങ്ങൾ ലീഡേഴ്സിനെ വിളിച്ചു, അവരോട് കാര്യം പറഞ്ഞു, അവരെല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം വില്ലിങ് ആയി. അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു 1 lakh ചെയ്യാൻ തയ്യാറായി. ആരാണ് സ്പോൺസർ? നിങ്ങളാണ് സ്പോൺസർ. നിങ്ങൾ സ്പോൺസർ ചെയ്തപ്പോ എത്ര രൂപ കിട്ടി നിങ്ങൾക്ക്? നിങ്ങളെ താഴെയാണ് ബിസിനസ് വന്നല്ലോ, അപ്പൊ നിങ്ങൾക്കല്ലേ തരണ്ട്. അപ്പൊ വീണ്ടും ഒരു 10,000 രൂപ കിട്ടി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീ നാളെ തൊട്ടിട്ട് ഇന്ന് ചെയ്തു, നാളെ തൊട്ടിട്ട് എത്ര പെർസെന്റേജ്? 1% 1000 രൂപ വെച്ച് കിട്ടില്ലേ? കിട്ടുവോ? കിട്ടില്ലേ? കിട്ടിയിരിക്കും. അപ്പൊ നമുക്കിവിടെ 2 കാറ്റഗറി ഉള്ളത്. ബൈനറി എന്ന് പറയും. അതായത് നമ്മളെ ഹെഡ് ഒരു ഐഡിയ, നമ്മളെ മെയിൻ ഐഡിയ ആണെന്ന് വിചാരിച്ചോ. നമ്മളെ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. ഇത് റൈറ്റ് ഹാൻഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡില് നമ്മൾ എന്ത് ചെയ്തു? ലീഡേഴ്സ് പറഞ്ഞു തന്നു, റൈറ്റിലും ലെഫ്റ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലെഫ്റ്റിൽ എന്ത് ചെയ്തു? നമ്മളെ കുഞ്ഞമ്മയുടെ മോനെ അല്ലെ ഭാര്യയുടെ അനിയത്തിനെ ആരുടെയെങ്കിലും പേരിൽ നമ്മൾ ഒരു ഐഡിയയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചു. അവരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലീഡേഴ്സിനൊക്കെ പോയി കണക്ട് ചെയ്ത് ഒരു 1 lakh കൂടി ഇവിടെ ചെയ്തു. അപ്പോഴും നമുക്ക് എത്ര കിട്ടി? 10,000 രൂപ കിട്ടി. 2 വ്യക്തികൾ വന്നപ്പോ അവർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കുമ്പോ നമുക്ക് എത്ര രൂപ കിട്ടി സുഹൃത്തുക്കളെ? 20,000 രൂപ കിട്ടി. തീർന്നിട്ടില്ല കേട്ടാ, വരുമാനം ഇനിയുണ്ട്. എവിടെ? ഇനി 20,000 വരുമാനം കിട്ടിയതിന് പുറമെ ഇവിടെ ഒരു മാച്ചിങ് ബോണസ് ഉണ്ട്. എന്താണ് മാച്ചിങ് ബോണസ്? നമ്മളെ റൈറ്റിലും ലെഫ്റ്റിലും ഒരേ ബിസിനസ് ആണെങ്കിൽ സെയിം പെർസെന്റേജ് നമുക്ക് ഇവിടെയും കിട്ടും. അതിനൊരു ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ വന്നത് $450, അതായത് $50 അപ്പൊ നമുക്ക് 4,500 നമ്മൾ വന്നിട്ടുണ്ടാവുക. $100 ആണെങ്കിലോ 9,000 വന്നിട്ടുണ്ടാവുക. $200 ആണെങ്കിൽ 18,000 വന്നിട്ടുണ്ടാവും. ഇവിടെ എത്രയാണോ നമ്മളെ ക്യാപിറ്റൽ എമൗണ്ട് അതിനനുസരിച്ചിരിക്കും ഇവിടെ മാച്ചിങ് ബോണസ്. ഇവിടെ 4,500 നമ്മൾ വന്നതെങ്കിൽ, $50 നമുക്ക് വന്നതെങ്കിൽ എത്ര ഇവിടെ മാച്ച് ചെയ്ത് കിട്ടുള്ളൂ? 4,500 കിട്ടുള്ളൂ. നമ്മളൊരു $1,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 10,000 രൂപ നമുക്ക് കിട്ടും. അപ്പൊ 2 വർക്ക് എടുക്കുമ്പോ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര രൂപ കിട്ടി നമുക്ക്? വലിയ എമൗണ്ട് എഴുതാൻ തോന്നണതേ. 30,000 രൂപ നമ്മൾ 2 വർക്ക് എടുത്തപ്പോ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്ത പണി ഇവരങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിലോ? നമ്മൾ ചെയ്തത് എന്താ? 2 വ്യക്തികളോട് ലീഡേഴ്സ് മുഖാന്തരം അവതരിപ്പിച്ചു കാര്യങ്ങൾ. ഇതേ കാര്യങ്ങൾ അവരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ.
സോറി, നിങ്ങൾ ചെയ്ത അതേ പ്രവൃത്തി അവരും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിലോ ഇതേ പൈസ അവർക്ക് കിട്ടില്ലേ? കിട്ടുമോ? കിട്ടിയിരിക്കും. കാരണം നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ അവർക്ക് ചെയ്ത് അവർക്ക് കിട്ടണ്ടേ? പക്ഷെ ഇതൊക്കെ ആരുടെ താഴെയാണ് ഈ ബിസിനസ് നടക്കുന്നത്? ആരുടെ താഴെ? നമ്മളെന്ന വ്യക്തിയുടെ താഴെയാണ് ബിസിനസ് നടക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എന്ത് ചെയ്തു? 2 പേരെ കൊടുന്നു. അയാൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി 1 പേരെ കൊടുന്നു, അയാൾക്ക് റഫറൽ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. എ എന്നാളും ഒരാളെ കൊടുത്തിട്ടുണ്ടാവും, അദ്ദേഹത്തിന് റഫറൽ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. ബൈനറി ഇപ്പൊ അയാൾക്ക് കിട്ടുമോ? കിട്ടില്ല. 2 സ്ഥലത്തും ആള് വന്ന് മാച്ച് ചെയ്താൽ മാത്രമേ ഇയാൾക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുമോ? കിട്ടുമോ? 100% നമുക്ക് കിട്ടും. കാരണം നമ്മളെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ വ്യക്തികൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാച്ച് ചെയ്തിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആള് വന്നിട്ടില്ലല്ലോ. ഇവിടെ ഒരാളെ വന്നിട്ടുള്ളൂ. ഇവർക്ക് റഫറൽ കമ്മീഷൻ കിട്ടി, ഇവിടെയും റഫറൽ കമ്മീഷൻ കിട്ടി. റഫറൽ കമ്മീഷൻ നമ്മൾക്ക് അർഹനല്ല. കാരണം അവർ കൊണ്ടുവന്നതായതുകൊണ്ട് അവരെ ഐ ഡി തുറന്നിട്ട് അവരെ ഐ ഡിയിലാണ് വെച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ മാച്ചിങ് ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരാ യോഗ്യൻ? നമ്മളാണ് യോഗ്യത നേടിയുള്ളത്. അപ്പൊ നമ്മളിവിടെ പണിയെടുത്തത് എന്താ? നല്ല 2 വ്യക്തികളെ, സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ, പല വ്യക്തികളും പറയണത് കേൾക്കാറുണ്ട്, എനിക്ക് ഒരാളെ കിട്ടാറില്ല, എനിക്കൊന്നിനും ആളെ കിട്ടില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞ പണിയല്ല അത്. ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്, നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ, നമ്മളെ പിടിക്കുന്ന കട്ടിലിൽ പിടിക്കുന്ന ഒരു 4 ആളെങ്കിലും ചുമക്കാണ്ടാവും. അത് നമ്മളെ വേണ്ടപ്പെട്ടവരാവൂലേ? നമ്മൾ മാറ്റി നമ്മൾ എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിയില്ല, ഇതൊന്നും കഴിയില്ല, ഞാൻ ഈ പറഞ്ഞ പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറായി, നിങ്ങളെ സുഹൃത്തുക്കളെ, ജസ്റ്റ് സുഹൃത്തുക്കളെ എന്ത് ചെയ്യണം? നിങ്ങളെ ലീഡേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കാരണം വരുമാനം ഉണ്ടാക്കുന്നത് ആരാവശ്യ? നമ്മളാവശ്യ. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തികൾ പിന്നെയും ആളെ കൂട്ടും, ഇവിടെ ആളെ കൊണ്ടുവരും. ഇവിടെ ആളെ കൊണ്ടുവരുമ്പോ, ഇവിടെയും ആളെ കൊണ്ടുവരുമ്പോ ഇദ്ദേഹത്തിന് മാച്ചിങ് ബോണസ് കിട്ടുന്നു, ഇദ്ദേഹത്തിന് മാച്ചിങ് ബോണസ് കിട്ടുന്നു. നമുക്കോ വീണ്ടും ഇവിടെ ഒരാൾ വന്നു, വീണ്ടും ഇവിടെ ഒരാൾ വന്നു. അപ്പൊ ഇത് മാച്ച് ചെയ്തില്ലേ? എത്രയാണോ മാച്ച് ചെയ്ത്, ഇപ്പൊ 1 ലക്ഷം 1 ലക്ഷം വെച്ചാൽ പിന്നെ വീണ്ടും നിങ്ങൾക്ക് എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ടാവും? 10,000. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ടീമിലൂടെ $10,000 മാച്ച് ചെയ്യുമ്പോ നമുക്ക് കിട്ടാവുന്ന മാക്സിമം തുക എത്ര അറിയോ നിങ്ങൾക്ക്? ഒരു ഐഡിയിലൂടെ അറിയോ? അറിയെങ്കിൽ ഒന്ന് കമന്റ് അയക്കോ. 90,000 രൂപ ഒരു ഐഡിയിലൂടെ ട്ടാ. 90,000 രൂപ. 90,000 രൂപ ഇൻറ്റു 30. ബൈനറി റഫറൽ വാങ്ങാൻ കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തരുന്ന ROI മാത്രമാണ് 10, 10, 100, 1000, 10,000, 27,000 ആയിട്ടുള്ളൂ സാറേ. 27 ലക്ഷമാണ് നമുക്കൊരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്നത് കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത് 90,000 ആക്കണോ 1000 ആക്കണോ എന്നുള്ളത്. നിങ്ങൾക്ക് എത്ര ഐഡി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, എത്ര ഐഡിയിലൂടെ വേണമെങ്കിലും വരുമാനം കഴിക്കാം. ഒരു മെയിലിലൂടെ ഒരു ജിമെയിൽ ഐഡിയിലുണ്ടെങ്കിൽ 10 ഐഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഭാര്യയുടെ പേരിലും കുട്ടികളുടെ പേരിലും ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം വരുമാനം ഉണ്ടാക്കാനാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്ലാനൊക്കെ എത്ര ഉള്ളൂ? നമ്മൾ പ്ലാനിലൊന്നല്ല, പ്ലാനൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുതരാം. നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കാൻ പറ്റിയ 10 പേര് നിങ്ങളെ കൂടെ ഉണ്ട്, ടോപ്പ് 10 പറഞ്ഞ ലീഡേഴ്സ്. ആദ്യം വേണ്ടത് നിങ്ങൾ എന്താണ് സിസ്റ്റം ഒന്ന് പഠിക്കുക. അപ്പെക്സ് ടോക്കൺ എന്താ നിങ്ങൾ വ്യക്തമായി പഠിക്കുക. ഇതുപോലുള്ള മീറ്റിങ്ങുകൾ കയറുക. എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് അപ്പെക്സ് ടോക്കൺ, എത്ര എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, ഏതൊക്കെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ ഒന്ന് കയറിയിട്ട് അപ്പെക്സ് ടോക്കൺ എന്ന് അടിക്കുക. എന്നാൽ അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് എടുത്ത് ചോദിക്കുന്നത് ഇങ്ങോട്ട് കാണിച്ചു തരും. അതൊക്കെ രജിസ്ട്രേഷൻ, അപ്പെക്സ് ടോക്കൺ രജിസ്ട്രേഷൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കൂ. എല്ലാം വളരെ വ്യക്തമായിട്ട് കറ കളയാതെ എഴുതിയിട്ട് അത്രയും വൃത്തിയിൽ നമുക്ക് കാണാം. ആദ്യം ചെയ്യേണ്ടത് കിട്ടിയ അവസരത്തെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കുക. ഈ പ്ലാൻ കേട്ടത് നിങ്ങളാണ്. നാളെ ഒരു തൊട്ടടുത്തൊരു പോലീസുകാരുണ്ടാവും, അയാൾ നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടാവും, സംഭവം ശരിയാ, പക്ഷെ കേട്ടത് നിങ്ങളാണ്. ഈ സംഭവം അദ്ദേഹത്തിന് അറിയില്ല. കാരണം മാർക്കറ്റിൽ പല ഉടായ്പ നടന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പൈസയൊക്കെ പോയിട്ടുണ്ടാവും. ഈ സംഭവം കേട്ടത് നിങ്ങളാണ്. ഇതിന്റെ വ്യക്തമായ ധാരണയോട് കൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹത്തിന് അപ്പെക്സ് ടോക്കൺ ഒന്നും കേട്ടിട്ടുണ്ടാവില്ലായിരുന്നു.
അയാളോട് ചോദിക്കുക, സാറേ ഈ ഒരു ക്രിപ്റ്റോമായി ബന്ധപ്പെട്ടിട്ടാ. കുട്ടി അതിനൊന്നും പോയി മെനക്കെടണ്ട, വെറുതെ കാശ് കളയണ്ടാണ്. നമ്മൾ ഗതി മുട്ടിയിട്ട് ഒരു 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറ്റിയിട്ട് വന്നതായിരിക്കും. ആ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങളെ ലൈഫിലെ ഒരു നല്ലൊരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, സ്വയം മനസ്സിലാക്കുക, സ്വയം തീരുമാനം എടുക്കുക. മറ്റുള്ളവരുടെ നമ്മളെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ കാൽച്ചോട്ടിൽ പണയം വെക്കാനുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്ന തീരുമാനമാണ് എന്റെ വിജയം. മറ്റുള്ളവരൊന്നും അവിടെ എന്തു പറയുന്നോ, മറ്റുള്ളവർ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു വിധത്തിലും ഞാൻ എന്നെ ഏൽക്കാറില്ല. എന്റെ തീരുമാനമാണ് എന്റെ വിജയത്തിന് ഞാൻ നോക്കുന്നത്. എന്റെ ടീമിന്റെ കൂടെ നിന്നിട്ട് കട്ടയ്ക്ക് നിന്ന് ഈ ടോപ്പ് 10ന്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ, ഈ വർഷം 2025 6 മാസം ആകുമ്പോൾ നിങ്ങൾ ആരൊക്കെ നിങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ, നിങ്ങളൊക്കെ വിജയിച്ചിരിക്കണോ? ഒരു തർക്കമില്ല. 100% സിൻസിയർ ആയിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% തന്റെ അടുത്തോടുകൂടി പ്രവർത്തിക്കണം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നെറ്റ്വർക്കറാണെന്ന് പറയുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി നമ്മൾ പറയരുത്. ഞാൻ അപ്പെക്സ് ടോക്കണാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കൂ. ഞാൻ എഴുതി വിടാറുണ്ട് ഞാൻ ചെയ്യുന്ന എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന്. പല ആളുകളും പറയുന്നത് നിനക്ക് ഭയങ്കര ഇതാട്ടോന്ന്. എന്റെ തീരുമാനമാണത്, മറ്റുള്ളവരുടെ മുമ്പിലല്ല ഞാൻ പണം വെക്കുന്നത്. അവിടെ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് നമ്മളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ, ഈ പ്ലാനൊക്കെ ഇനിയും വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. വ്യക്തമായി മനസ്സിലാക്കി ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ടോപ്പ് 10 ലീഡേഴ്സ് നിങ്ങളെ കട്ടയ്ക്കൊപ്പുണ്ട്. നമ്മളെ പിന്നെ അരുൺ സാർ ഉണ്ടായിരിക്കും, നമ്മളെ MD അഭിജിത്ത് മാണി സാർ നമ്മളെ കൂടെ ഉണ്ടാവും. വരുന്ന ടൂർ പ്രോഗ്രാമുകൾ നമ്മൾ കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, നമുക്ക് എൻജോയ്മെന്റുകൾ കമ്പനി തരുന്നുണ്ട്. അടുത്ത് ഗോവ ട്രിപ്പ് അച്ചീവ് ഉണ്ട്, ശ്രീലങ്കയിലേക്ക് ട്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾക്കൊക്കെ പോകാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മളെ കമ്പനി നമുക്ക് വാരിക്കോരി തരുന്നുണ്ട്, പൈസ വാരിക്കോരി തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഏറ്റെടുക്കാൻ ഞങ്ങളെ കൂടെ കൈ തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ആ കൈ ഉറുക്ക പിടിച്ച് ഞങ്ങൾ നിങ്ങളെ കൂടെ കട്ടയ്ക്കുണ്ടാവും. ഏത് സമയത്ത് നിങ്ങളെ കൂടെ ബിസിനസിന്റെയും പ്ലാനിനും വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു ബിസിനസ് അവസരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും നല്ല രീതിയിൽ പ്ലാൻ പ്രസന്റേഷൻ ചെയ്തെന്ന രഘു സാർക്ക് താങ്ക്സ് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം സാറേ. പിന്നെ അതായത് നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ ഈ പ്ലാനിന്റെ കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കണോ. പിന്നെ നമ്മളെ ഈ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്, ജെന്യൂനിറ്റി സംഭവങ്ങളാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരു സാറും കൂടി വിളിക്കാണ്ട് അതിനുശേഷം നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം. അതിന്റെ മുന്നിലായി ടോപ്പ് 10ന്റെ നമ്മളെ കരുത്തായ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന നമ്മളെ ഒരു എല്ലാവരുടെയും അപ്ലൈൻ ആയിട്ടുള്ള നമ്മളൊരു സാറുണ്ട്. നമ്മളെല്ലാവരെയും അപ്ലൈൻ ആണ് സാറ്. എന്തായാലും നമുക്ക് ആ സാറെ ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് ഷക്കീർ സാർ. പ്ലീസ് വെൽക്കം. താങ്ക് യു നുസ്രത്ത് മാം. ഓക്കെ, സോറി, എല്ലാവരും ക്ഷമിക്കണം, യാത്രയിലാണ്, വണ്ടിയിലാണ്. അപ്പോ സൂം തുടങ്ങിയപ്പോ വണ്ടി ഒന്ന് സൈഡ് ആക്കിയതാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ വീഡിയോയിൽ എന്ന് അറിയില്ല. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സൂമില് എന്നെ പരിചയപ്പെടുത്തിയല്ലോ, പേര് സക്കീർ എന്നാണ്, സ്വദേശം പട്ടാമ്പിയാണ്, ടോപ്പ് 10ലെ ഒരു മെമ്പറാണ്. ഓക്കെ, പിന്നെ ഒത്തിരി ടൈമായി നമ്മുടെ സൂം, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയി തുടങ്ങി. അപ്പൊ ഒത്തിരി സമയമൊന്നും ഞാൻ എടുക്കുന്നില്ല. നുസ്രത്ത് മാം വിളിച്ചപ്പോ എന്തായാലും 10-45-50 പേരടുത്ത് മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റിംഗില്. അപ്പോ അവരോടൊന്ന് സംസാരിക്കണം, ഈ സൂമില് എന്താ പറയാ നമ്മുടെ ടീമിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടും കൂടെയാണ് ഇന്ന് കയറിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്, കാരണം ക്ലിയർ ഉണ്ടാവില്ല, നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോ വോയിസ് എല്ലാവരും ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കേൾക്കുക. ഓക്കെ, ഓഡിയബിൾ ആണോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, പിന്നെ ഇപ്പോ രഘു സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ബിസിനസിന്റെ പ്ലാൻ സംസാരിച്ചു, അപ്പെക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ചു. ഓക്കെ, ശരിയാണ്. നമ്മള് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് എന്തിനാണ് നമ്മൾ ഈ അപ്പെക്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരു ചോദ്യമാണല്ലോ. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുന്നു. ഇപ്പൊ ഇതില് വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ ഗൾഫിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഇപ്പൊ ഇതിലുണ്ട്, നെറ്റ്വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മണി, ക്യാഷ്.
അത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉദാഹരണം പറയും, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടിവേഷൻ മണിയാണെന്നുള്ളത്. കാശ് അത് ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. നമുക്ക് ക്യാഷ് ഇല്ലാണ്ട് നമ്മള് എന്ത് എന്ത് കഥ പറഞ്ഞാലും ക്യാഷ് ഇല്ലാണ്ട് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും നമ്മൾ 4 സുഹൃത്തുക്കളെ ഫോണിലിരുന്ന് വിളിക്കേണ്ടി വരും. പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പലരും അടുത്ത് ഓടേണ്ടി വരും. മണിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ മാർക്കറ്റില് ഒരുപാട് പ്രൊജക്ടുകളും ഒക്കെ ഉണ്ട്, നമുക്ക് പല പല ജോലികളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പെക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് 20 മാസമായിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ്. ഒരു ക്രിപ്റ്റോ, ഇപ്പൊ ഇതില് നെറ്റ്വർക്ക് ലീഡേഴ്സ് ഉണ്ട്, എനിക്കറിയാം, ക്രിപ്റ്റോ പ്രൊജക്ടുകൾ ചെയ്തവരുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ക്രിപ്റ്റോ അതെന്താണെന്ന് പോലും അറിയാത്ത ആളുകളും ഇതിലുണ്ട്, ഈ ഒരു സൂമിലുണ്ട്. അപ്പോ 20 മാസമായി ഒരു ഒരു ഡ്രീമിന്റെ പുറകെ ഒരു കമ്പനി അല്ലെങ്കിൽ അബ്ജിത്ത് മാണി എന്നറിയപ്പെടുന്ന ഒരു വ്യവസായി, UK-ലൊക്കെ ഒത്തിരി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യവസായി, ഒരു ക്രിപ്റ്റോ മേഖല, ആ ഒരു മേഖലയിൽ പുതിയ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 20 മാസം മുമ്പ് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഈ അപ്പെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ, ഒരു ടോക്കൺ. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ രഘുവേട്ടന്റെ സംസാരത്തിൽ നിന്ന്, രഘുവേട്ടാന്ന് ഞാൻ വിളിക്കാറ്, രഘു സാറിന്റെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻവെസ്റ്റർ ആയി നിന്ന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ 100% പറയുന്നു, മാസം ഒരു 5 lakh ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും ഒരു 5 lakh എന്നുള്ളത്. കാരണം അതിന് ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ തന്നെ അപ്ലൈന് മാസം 60 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വർക്കിന് വേണ്ടി പാലക്കാട് പോയിട്ട് അദ്ദേഹത്തിനോട് പ്ലാൻ പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചു വരുത്തി നോക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ബൈക്കുമ്പോ വന്നു, നമ്മുടെ അടുത്ത് വണ്ടി സൈഡാക്കി, എന്നാൽ നമുക്ക് കാറിലോട്ട് ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ വണ്ടിയിലോട്ട് കയറി ഇരുന്നിട്ട് ഞാൻ പ്ലാൻ പറഞ്ഞപ്പോ അപ്പെക്സ്, ഇത് ഞാനൊരു 15 മാസം മുമ്പ് കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പോ 15 മാസം മുമ്പ് ആരാ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ്? നിലമ്പൂരുള്ള നാസർ എന്ന് പറഞ്ഞ ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഉള്ളിൽ ഒരു ചിരി വന്നു. ഈ നാസർ ആരാന്നറിയോ? 15 മാസം മുന്നേ സാധാരണക്കാരനായ ഒരു വ്യക്തി അപ്പെക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അറിയാവുന്ന നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് അവരെയൊക്കെ കണക്ട് ചെയ്യുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഇന്ന് എന്റെ അറിവില് അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് 14 കോടിക്ക് മുകളിൽ ഏൺ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഈ 15 മാസം മുന്നേ ഈ ഒരു പ്രൊജക്ട് കേട്ടിട്ട് സിമ്പിൾ ആയിട്ട് തള്ളിയ 2 പേര് എന്റെ മുന്നിലോട്ട് വീണ്ടും ബൈക്കിലാണ് വന്നത്. നാസർക്ക് അന്ന് ബെൻസ് ആണ് ഉപയോഗിക്കുന്ന വണ്ടി എന്നാണ് എന്റെ ഒരു അറിവ്. 14 CR മുകളിൽ ഏൺ ചെയ്ത ഒരു വ്യക്തി. അപ്പോ നമ്മളിപ്പോ ഈ സൂമിൽ നിന്ന് ഇത് കേട്ടു, ഒക്കെ ശരിയാണ്. നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ഇതിപ്പോ ഇതുപോലത്തെ കുറെ പല പ്രൊജക്ടുകൾ മാർക്കറ്റിൽ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് മാർക്കറ്റിൽ എന്തുണ്ടോ എന്തില്ലേ എന്നുള്ളതൊന്നല്ല, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിലായിക്കോട്ടെ, ഇനി ഈ കാലഘട്ടത്തിൽ ശരിക്കും ജീവിക്കണമെങ്കിലും നല്ല രീതിയിൽ ഫണ്ട് കയ്യിൽ വേണം. അപ്പോ ഈ ഒരു പ്രൊജക്ട് നമ്മൾ അത് ഏറ്റെടുക്കേണ്ട രീതിയിൽ ഒന്ന് ഏറ്റെടുത്ത് സിമ്പിൾ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോ രഘുവേട്ടൻ പറഞ്ഞതുപോലെ ഒരു 10,000, 50,000, 1,00,000 ഒക്കെ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാൻ പ്രകാരം ഒരു ടീം നമുക്ക് ക്രിയേറ്റ് ആവും. ആ ടീമിലൂടെ പാസീവ് ഇൻകം നമുക്ക് വാങ്ങിച്ചെടുക്കാനും പറ്റും. പാസീവ് ഇൻകം അറിയാലോ, നമ്മളില്ലെങ്കിലും നമ്മുടെ താഴെയുള്ള ടീമുകൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈനറി മാച്ചിങ്, ആ മാച്ചിങ് കമ്മീഷനാണ് പാസീവ് ഇൻകം. അത് നമ്മൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിക്ക് ഒരു മാസം 27 ലക്ഷം രൂപ വരെ ഒരു ഐഡിയിൽ നിന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിക്കുന്ന 10-ൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ സിസ്റ്റത്തിനകത്ത് ഉണ്ട് താനും. ക്ലിയർ. ക്യാഷ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ അതാണ് പറയുന്നത്. മണി ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പോവാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 3 കൊല്ലം മുന്നത്തെ ജീവിത ചെലവാണോ ഈ 2025-ലുള്ള ഓരോ കുടുംബത്തിന്റെ, ഓരോ വ്യക്തികളുടെ? എങ്ങനെ നോക്കിയാലും ദൈനംദിനം നമ്മുടെ ജീവിത ചെലവ് കൂടുകയാണ്. ഇനിയിപ്പോ ശരി, നമ്മൾ 2025 നിൽക്കണം, ഒരു 2030 ഇനി 5 കൊല്ലല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 2025 ചെലവാണ് 2030 വരികയെന്ന്? ഒരിക്കലും അല്ല. സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലേക്ക് എത്തും. അതിന് രഘുവേട്ടൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. ഇപ്പോ അത് ഞാൻ ഒന്നുകൂടെ പറയാം.
ഈ വികസിത രാഷ്ട്രങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ രണ്ട് കാറ്റഗറി ജനങ്ങളാണ് ഉണ്ടാവാറ്. രഘുവട്ടം പറഞ്ഞ പോലെ ഒന്നുകിൽ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ്. രണ്ട് കാറ്റഗറി ജനങ്ങളാണ് അത്തരം വികസിത രാജ്യങ്ങളിൽ കൺട്രീസിൽ ഉള്ളത്. എന്നാൽ ഇന്ത്യ ഇന്ന് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തൊക്കെ എത്തി നിൽക്കുന്നു. ഇന്ത്യയിൽ 3 കാറ്റഗറി ജനങ്ങളുണ്ട്. ഒന്ന് ഹൈ ക്ലാസ്, ഈ എത്ര പെട്രോളിന് എത്ര വില കൂടിയാലും അവർക്ക് വിഷയമല്ല, അവർ എണ്ണടിച്ചു പോകും, അവർക്ക് മറ്റു സാധനങ്ങളുടെ വില കൂടിയാലും വിഷയമല്ല. അങ്ങനെ ഹൈ ക്ലാസ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്, അത് നമ്മളെ പോലുള്ള ആളുകൾ. ഇനി ലോ ക്ലാസ് ഉണ്ട്, അന്നാന്നത്തെ നിത്യ ചെലവിന് വേണ്ടി അന്നാന്ന് ജോലി ചെയ്യുന്നു, അന്നാന്നത്തെ കാര്യങ്ങൾ നടക്കുന്നു, നാളെ ജീവിക്കണമെങ്കിൽ നാളെ വീണ്ടും ജോലി ചെയ്യണം, ഏറ്റവും ലോയിലുള്ളവര്. ഇങ്ങനെ 3 കാറ്റഗറി ജനങ്ങള് ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ പറഞ്ഞതല്ല, തത്വചിന്തകര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. അതിലേക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിയാൽ സൂചനകൾ കാണാനും പറ്റും. 2030-35 കൂടിയിട്ട് ഇവിടെയും 2 കാറ്റഗറി ജനങ്ങളെ ഉണ്ടാവുള്ളൂ. ഒന്ന് ഹൈ ക്ലാസും ഒന്ന് ലോ ക്ലാസും. അതാണ് രഘുവട്ടം പറഞ്ഞത്. അപ്പൊ മിഡിൽ ക്ലാസ് എങ്ങോട്ട് പോവും? ഇവരൊക്കെ മരിച്ചു പോവോ? അല്ല, കാലഘട്ടത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാതെ കുറെ ആളുകൾ ലോയിലേക്ക് താഴും, ഏറ്റവും സാധാരണക്കാരിലേക്ക് താഴ്ന്നു പോകും. കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഹൈ ക്ലാസ്സിലേക്ക് പോകും. ഓരോരുത്തരും സ്വയം ചോദിക്കുക, ഒരാളെ പോലും നിങ്ങൾ ആരും ബോധ്യപ്പെടുത്തണ്ട, ഞാനടക്കം, നമ്മള് ഏതിലേക്ക് പോവണം? നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഫാമിലി എവിടേക്ക് നീങ്ങണം? മായി ബന്ധപ്പെട്ട ആളുകൾ എവിടേക്ക് നീങ്ങണം? ലോയിലേക്ക് പോണോ അപ്പിലേക്ക് പോണോ എന്നുള്ളത് സ്വയം ഉള്ളിലൊന്ന് ചോദിച്ചാൽ മതി. അപ്പൊ തോന്നും, നമുക്ക് മനസ്സിലാവും എന്തിന് അപ്പെക്സ് എന്ന് പറയുന്ന ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യണം എന്നുള്ള. ഗൾഫിലൊക്കെ ജോലിയുള്ളവരുണ്ടാവാം. പണ്ടൊക്കെ ഗൾഫിൽ പോകുമ്പോ നാട്ടില് കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിടാനൊക്കെ കഴിഞ്ഞിരുന്നു. ഇന്ന് അതും കഴിഞ്ഞു. ഇന്ന് ഗൾഫിനൊന്നും വലിയ സ്കോപ്പില്ല. ഇവിടെ പഠിച്ച ആളുകളുണ്ട്, അവർക്കോ സ്കോപ്പില്ല. കാരണം കാലഘട്ടം ടെക്നോളജിയുടെ പുറകെ പോയി. ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, ATM ഒരു മെഷീനകത്ത് ഒരു പ്ലാസ്റ്റിക് കാർഡ് കൊണ്ടുപോയിട്ടാൽ കാശ് കിട്ടുമെന്ന് 10-15 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ടെക്നോളജി വളർന്നപ്പോ നമ്മളെല്ലാവരും ബാങ്കുകളിൽ പോയി ഫോം ഫില്ല് ചെയ്ത് ATM വാങ്ങിച്ച് അത് ഉപയോഗിച്ച ആളുകളാണ്. എന്നാൽ ടെക്നോളജി അവിടെ നിന്നില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി. എന്ത്? ATM ബൂത്തിന്റെ മുന്നിൽ പോലും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ റൂമുകളിൽ നിന്ന് മൊബൈൽ വഴി, ഗൂഗിൾ പേ, ഫോൺ പേ വഴി മൊബൈൽ ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും പറ്റുന്ന ടെക്നോളജി വീണ്ടും ഡെവലപ്പായി. നമ്മളെല്ലാവരും ഇന്ന് അത് ഉപയോഗിക്കുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, ഒരു 8 വർഷം മുമ്പ് നമ്മുടെയൊക്കെ നാട്ടില് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ എത്ര സജീവമായിരുന്നോ? ഇല്ല. ബാംഗ്ലൂർ പോലത്തെ മെട്രോ നഗരങ്ങളിൽ വന്നു. അവിടെ നിന്ന് ഇന്ന് നോക്ക്, നമ്മുടെ കുഗ്രാമങ്ങളിൽ വരെ ബാർകോഡുകൾ മീൻകടയുടെ മുകളിൽ വരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ രീതി അല്ലെങ്കിൽ ഈ ഒരു സംഭവം, ഇപ്പൊ പേപ്പർ കറൻസി ഏറ്റവും കൂടുതൽ കാലഘട്ടം നീണ്ടു നിന്ന റവല്യൂഷൻ, നമ്മൾ ഇന്നും പേപ്പർ കറൻസി തന്നെ നിൽക്കുന്നു. ഓക്കെ, ഇത് ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ടെക്നോളജി ATM-ലും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി ഫോൺ പേ, ഗൂഗിൾ പേക്ക് വന്നു, അവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ വലിയൊരു റവല്യൂഷൻ ആവാൻ പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, ക്രിപ്റ്റോ കറൻസികളാണ്, NFTs ആണ്, NFT ടോക്കണുകളാണ്. അപ്പോ ഇതെല്ലാം വന്നു, മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 10 വർഷം കൊണ്ട് ഇവിടെ ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോ കറൻസികളാണ്. യാതൊരു തർക്കവും വേണ്ട. ആ മേഖലയിൽ ആദ്യം എത്തിയ ആളുകളാണ് നമ്മൾ. നമ്മൾക്ക് ഇവിടെ എന്താ ചെയ്യാനുള്ളത്? റിച്ച് ആവാൻ ഏറ്റവും നല്ല വഴി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മളാൽ കഴിയുന്ന എമൗണ്ടുകൾ നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി അതിൽ നിന്ന് നല്ല നല്ല പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ ലിവറേജ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക, ലിവറേജ് ഇൻകം കൂട്ടിയെടുക്കുക എന്നുള്ളതാ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മുടെ മണി വർക്ക് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്ന സിസ്റ്റത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഇവിടെ അപ്പെക്സ് ടോക്കണിൽ ഏത് സാധാരണക്കാരനും അതിന് ആണെന്നോ പെണ്ണെന്നോ പഠിച്ചവനെന്നോ ക്രിപ്റ്റോ കറൻസി പ്രൊജക്ടുകൾ ചെയ്തവനാവണമെന്നോ ഒന്നും തന്നെ ഇല്ല. സിമ്പിൾ ആയിട്ട് ഒരു 4500 രൂപ മുതൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാവാനും ഇതിലേക്ക് കുറെ സുഹൃത്തുക്കളെ കണക്ട് ചെയ്യാനും അതിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാ കയ്യിലുള്ള, ഒരു അവസരമാണ് കയ്യിലുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, ഈ സൂം കേട്ട എല്ലാവരും ഒരുപക്ഷെ ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തോളണമെന്നില്ല. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിൽ നിന്ന് എന്തേലും എനിക്ക് നേടണമെന്ന്
അതിയായി ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവര് ഒരുപക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിൽ നിന്ന് അവർക്ക് അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു എമൗണ്ട് ഫണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ ഒരു സാധാരണക്കാരൻ ഇതിൽ കയറി വന്നു, ഒരു 4,500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവന് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് ഉണ്ടാവും. അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 2025 ലാസ്റ്റോട് കൂടിയിട്ട് അവൻ ആഗ്രഹിക്കണ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അവനക്ക് എത്താൻ പറ്റുന്നു. അതിന് മാത്രം വില്ലിങ് ആയ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു പ്ലാനാണ് അപ്പെക്സിന്റെ. സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന, ഏതൊരാൾക്കും അതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ 2 പേരെ കൊണ്ടുവരുന്നു. അതിലൂടെ 2 പേരോ അല്ലെങ്കിൽ 3 പേരോ 10 പേരോ 20 പേര് അതങ്ങനെ ടീമായി മാറുന്നു. നാളെ ആ ആളുകള് അവർക്ക് വരുമാനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾക്ക് മുകളിലോട്ട് ബൈനറി ഇൻകം, പാസീവ് ഇൻകം കയറി വരുന്ന ഒരു സിസ്റ്റമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോ ഒന്നേന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളതുള്ളൂ, മണി ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള ഇതുവരെയുള്ള കാലത്തും ഇമ്പോർട്ടന്റ് ആയിരുന്നു. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മണി. അത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ചു. എല്ലാം റബ്ബ് തന്നിട്ടുണ്ട്, കയ്യും മൂക്കും കണ്ണും നാവും എല്ലാം തന്നിട്ടുണ്ട്. ഈ ഒരു ഭൂമിയിൽ ജനിച്ച് ഇനി ഞാനൊരു സാധാരണക്കാരനായിട്ട് മരണപ്പെടുകയാണെങ്കിൽ ആ തെറ്റ് എന്റെ മാത്രമാണ്. സാധാരണക്കാരനായി ജനിച്ചത് എന്റെ തെറ്റാവില്ല. പക്ഷെ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത, ഒരു നല്ലൊരു വാഹനം ഉപയോഗിക്കാത്ത, നല്ലൊരു വീട്ടിൽ ജീവിക്കാത്ത, എനിക്ക് ജന്മം നൽകിയ ഉമ്മാനെയും ഉപ്പാനെയും എന്റെ ഭാര്യ മക്കളെ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം കൊടുക്കാൻ കഴിയാണ്ട് ഞാൻ മരണപ്പെട്ടു പോവാണെങ്കിൽ അതിന്റെ തെറ്റ് എന്റെ മാത്രമാണ്. അവസരങ്ങൾ ഈ മാർക്കറ്റിൽ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ അവസരമുണ്ട്. അതിൽപ്പെട്ട ഒരു അവസരമാണ് അപ്പെക്സ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ഫണ്ട് ഉണ്ടാക്കാം, ജോലികൾ ചെയ്യാം. പക്ഷെ അതിൻ്റെയൊക്കെ കൂടെ പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഈ ഒരു പ്രൊജക്റ്റിനെ നിങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, മാസം ഒരു 5 ലക്ഷം രൂപ എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഒന്നിച്ചില്ല മാസമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടീമാണ് ഈ ടോപ്പ് 10 എന്ന് പറയുന്നത്. 10 പേര് ചേർന്ന് ജീവിതത്തിൽ ഇനി ഇങ്ങനെ ആയാൽ പോരാ, എന്തെങ്കിലും നേടണം എന്ന് 10 പേരെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ ഒരു സൂം മീറ്റിംഗ് അടക്കം നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്. നിങ്ങളിൽ ആരൊക്കെ ആഗ്രഹിക്കുന്നു എനിക്കറിയില്ല, ഇതിന്റെ കൂടെ നിന്ന്, ഈ ആളുകളുടെ കൂടെ നിന്ന്, ഈ കമ്പനിയുടെ കൂടെ നിന്ന് സ്വന്തം ജീവിതം ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം, ഇങ്ങനെ ആയാൽ പോരാ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് ട്രെയിനിങ്ങുകൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾക്ക് വരാൻ കുറച്ച് ദൂരെ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ ട്രെയിനിങ്ങിലൊക്കെ വരാം. കറക്റ്റ് പറഞ്ഞു തരാം. ഒരു മോട്ടിവേഷൻ ഒന്നും അല്ല പറയണേ, ഇത് എങ്ങനെ ചെയ്യണം, ഇതിൽ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഇത് എന്താണ് ബിസിനസ്, ഇതിന്റെ ഭാവി എന്താണ്, അതൊക്കെ അറിയണല്ലോ. ഇത് ഈ ഒരു നമുക്കിപ്പോ ഒരു ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിക്ക് ഇത്രയും ലാഭം കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു, എവിടെ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും പെട്ടെന്നൊരു സൂമിൽ പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാവില്ല. അതൊക്കെ നമ്മുടെ കൂടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രെയിനിങ്ങിലൂടെ വളരെ വൃത്തിയായിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുകയാണ്. അപ്പോൾ ആ രീതിക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഏത് മാറും ഈ ഒരു ടോപ്പ് 10 എന്ന് പറയുന്ന ഈ ഒരു ലീഡേഴ്സിന്റെ ഗ്രൂപ്പും, അതുപോലെ തന്നെ അവരടക്കം ഏറ്റെടുത്ത ഈ ഒരു പ്രൊജക്റ്റും, അപ്പെക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റും. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ പഠിക്കും തോറും നമുക്കത് ഈസിയായി വരും. ക്ലിയർ? ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കാൻ മണി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത് ചെയ്ത് എടുത്തേ പറ്റൂ. അവിടെ നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് ഏത് മാറും അപ്പെക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റും. ഇതിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച 10ഓളം വരുന്ന ലീഡേഴ്സ് ഉണ്ട്. അവരും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. അത് അവസരമാണെന്ന് മനസ്സിലാക്കി പുറംകാലുകൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിക്കാണ്ട് സ്വീകരിച്ചിട്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ നോക്കുക. ഇനിയുള്ള കാലം മണി ഇല്ലാണ്ട്, ക്യാഷ് ഇല്ലാണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ അതിയായ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുത്തുക. ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് കയറാൻ പറ്റുമെങ്കിൽ അതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൂടെ നിന്ന് നോക്കുക. ഒരു 3 മാസം ഒരു തീരുമാനം എടുത്തു നോക്കാം. എന്തായാലും സൂമില് ഒരു വ്യക്തി വന്ന് ഇത്രയ്ക്കും പറഞ്ഞതല്ലേ, ഒരു 3 മാസത്തേക്ക് ഞാനൊന്ന് തീരുമാനിക്കുകയാണ്, ഇവരുടെ പ്രൊജക്ടിന്റെ കൂടെ ഒന്ന് നിന്ന് നോക്കാം, എങ്ങനെ 10 രൂപ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുന്നേ. 3 മാസം പോയി എന്നല്ലുള്ളൂ. ആ 3 മാസം ഇത് മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, കുറച്ച് സമയം നമ്മുടെ പോയി എന്ന് മാത്രം. അതിൽ കൂടുതൽ ഒന്നും തന്നെ നമുക്ക് നഷ്ടം വരാനില്ല.
ക്ലിയർ. അങ്ങനെ അത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു വിജയം ഇതിലൂടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു. എന്തായാലും നല്ലൊരു മോട്ടിവേഷനാണ് നമ്മിപ്പോൾ കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളെ കമ്പനിയെ കുറിച്ചും പിന്നെ അതുപോലെ ഇനി വരാൻ പോണ ക്രിപ്റ്റോന്റെ കുറിച്ചിട്ടും, അതായത് ക്രിപ്റ്റോ ഇപ്പൊ എങ്ങനെ ചെയ്താൽ ഏത് രീതിയിൽ ബിസിനസ് ചെയ്താലാണ് നമ്മൾക്ക് സക്സസ് ആവാൻ പറ്റുക എന്നുള്ളത് നല്ല രീതിയിൽ, അതായത് നമ്മളെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത സാറും അതുപോലെ മറ്റേ നമ്മളെ ഈ ഷക്കീർ സാറ്, ഒന്നും വിചാരിക്കേണ്ട, ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ, വോയിസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ ഭാഗത്തുനിന്ന്, എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ നമുക്ക് നല്ല പ്രസന്റേഷൻ തന്ന രഘു സാർക്കും അതുപോലെ ഷക്കീർ സാർ നല്ലൊരു മോട്ടിവേഷൻ രീതിയിൽ, നല്ല സ്പീച്ച് രീതിയിൽ, നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന സാർക്കും നല്ലൊരു നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഞാൻ ഒരു 2-3 കൺസെപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ചെയ്യുന്ന കൺസെപ്റ്റ് നല്ല രീതിയിൽ ഞാൻ ബിസിനസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒരു നെറ്റ്വർക്ക് ചെയ്ത് എന്താ സത്യം പറഞ്ഞ പച്ച മലയാളത്തിൽ പറയാൻ പൊളിഞ്ഞു പാപ്പരായിരിക്കുന്ന ടൈമിൽ ഇനി നെറ്റ്വർക്കേ ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തിട്ടിരിക്കുന്ന ടൈമിലാണ് എനാപെക്സ് ടോക്കണിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് മുസ്തഫ സാർ, മണ്ണാർക്കാടുള്ള ഒരു സാറാണ് എന്നെ വിളിക്കുന്നത്. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പറ്റില്ല, കാണാൻ പറ്റില്ല പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിവായിട്ടുണ്ട്. പക്ഷെ പിന്നെ തീരുമാനിച്ചു, നമ്മൾ ഒരു നെറ്റ്വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബാധ്യത വന്നു പെട്ടാൽ, നമുക്ക് ഒരു കൂലിക്കൊരു ജോലിക്ക് പോയിട്ടോ ഒരു പെയിന്റിങ് പണിക്ക് പോയിട്ടോ ഒന്നിനും പോയിട്ടോ നമുക്ക് ഇത് റിക്കവർ ചെയ്ത് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു സാറേ നമുക്ക് കാണാം എന്ന് പറഞ്ഞ ഒരു ടൈമിൽ ഒരു 7 മണിക്ക് ഈ ടോപ്പ് 10ന്റെ 10 പേരാണ് എൻ്റെ അടുത്ത് വന്നത്. അവരിലൂടെ അപെക്സ് ടോക്കന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതലായി പഠിച്ചു. ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ 2025 എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരെ കൂടെ കയറി. ഇന്നേക്ക് 27 ദിവസമായിട്ടുള്ളൂ ഞാൻ അപെക്സ് ടോക്കൺ ഏറ്റെടുത്ത് ജോയിൻ ചെയ്ത് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല രീതിയിലുള്ള ഒരു ടീമിനെ, എനിക്ക് എൻ്റെ ഒരു കഴിവല്ല, എൻ്റെ ടീമിന്റെ, എൻ്റെ അപ്ലൈൻ്റെ ഈ 10 പേരുടെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഞാൻ ഇത്രയും ബിസിനസ് നല്ല രീതിയിൽ എടുത്ത് ഞാൻ ഇത്രയും എന്തായാലും ഇത്രയും മോട്ടിവേഷൻ രീതിയിൽ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കണം. കാരണം എന്തായാലും 2005 എൻ്റെ വർഷവും, എൻ്റെ വർഷം മാത്രം പോരാ, നിങ്ങളുടെ എല്ലാവരുടെയും വർഷമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിഷ് യു ഓൾ ബെസ്റ്റ്. താങ്ക് യു. ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.